സർക്കാർ രൂപീകരണത്തിനായി ടി.വി.കെ അധ്യക്ഷൻ വിജയ് വീണ്ടും ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കാണും. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടിയാണ് വീണ്ടും ഗവർണറെ കാണുന്നത്. വൈകിട്ട് 4:30 ലോക് ഭവനിൽ ആണ് കൂടിക്കാഴ്ച. ഇത് 3-ാം തവണയാണ് വിജയ് ഗവർണറെ കാണുന്നത്. വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്നും സുജിത് ചന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്, കഴിഞ്ഞ 2 തവണയും ഒരു തീരുമാനത്തിലോട്ട് എത്താനായിരുന്നില്ല. ഇത്തവണയെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടോ? കഴിഞ്ഞ 2 തവണയും തീരുമാനത്തിലെത്താനാവാതിരുന്നത് ഗവർണറുടെ ഒരു കടുംപിടുത്തം കൊണ്ട് മാത്രമാണ്. കാര്യം 118 സീറ്റുകളുടെ പൂർണ്ണ പിന്തുണ അവകാശപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകാതെ സർക്കാർ രൂപീകരണത്തിന് വിജയെ ക്ഷണിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ തവണ ഗവർണർ പറഞ്ഞത്. കഴിഞ്ഞ 2 തവണയും അത്തരത്തിൽ ഗവർണർ പറഞ്ഞു. അസാധാരണമായി ലോക് ഭവനിൽ നിന്ന് അത്തരമൊരു കമ്മ്യൂണിക്ക അച്ചടിച്ചിട്ട് അത് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുക പോലും ചെയ്തു കഴിഞ്ഞ തവണ. പക്ഷേ ഇപ്പോൾ സാഹചര്യം അല്പം വ്യത്യസ്തമായി വരുന്നു. കോൺഗ്രസിന്റെ DMK സഖ്യം വിട്ട കാര്യം ഇപ്പോൾ ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞല്ലോ. അതേസമയം തന്നെ ഇപ്പോൾ ഇവിടെ CPIMന്റെയും അതേപോലെ CPIയുടെയും നേതൃയോഗങ്ങൾ, സംസ്ഥാന നേതൃയോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാമെങ്കിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് CPIMന്റെ സംസ്ഥാന നേതൃയോഗത്തിനുള്ളിൽ നിന്ന് ഇപ്പോൾ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി അവർ തന്നിട്ടുണ്ട്. അത് ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറമാൻ അരുൺ നമ്പ്യാർ. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വന്ന് സംസ്ഥാന നേതൃത്വം അംഗം പുറത്തേക്ക് വന്ന് ഒന്നടക്കമല്ല സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖവും അതേപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം K. ബാലകൃഷ്ണനും അടക്കമുള്ളവർ അവിടെ ഉള്ളത് നമുക്ക് കാണാം. CPIM എന്താണ് തീരുമാനം എന്നുള്ള കാര്യം വിശദീകരിക്കും. മിക്കവാറും ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു പോക്കനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന് രാവിലത്തെ മുതലുള്ള രാഷ്ട്രീയ ഗതികളുടെ ഒരു പോക്കനുസരിച്ച് നമുക്ക് അനുമാനിക്കാവുന്നത് CPIMും CPIയും പിന്തുണ നൽകും എന്ന് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാവതല്ല ഈ നിമിഷം. കാരണം അത് ഔദ്യോഗികമായി ഈ യോഗത്തിന് ശേഷം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം CPIMന്റെയും CPIയുടെയും തീരുമാനം വന്നതിന് ശേഷമായിരിക്കും VCK അവരുടെ തീരുമാനം പറയുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടായിരിക്കും തിരുമാവളവന്റെ നേതൃത്വത്തിലുള്ള ആ യോഗം ചേരുക. അത് ഇന്നുണ്ടാവില്ല, ഒരുപക്ഷെ നാളെയാണ് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ VCKയുടെ തീരുമാനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 6 സീറ്റിന്റെ കൂടി പിന്തുണ TVKക്ക് കിട്ടും. ആകെ 118 സീറ്റുകളുടെ പിന്തുണയാകും. കേവല ഭൂരിപക്ഷം മറികടക്കും. ഇപ്പോൾ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന ഈ ഹാളിനുള്ളിൽ നിന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ ഉള്ളിലുണ്ട്. ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ സ്ക്രീനിൽ എത്തിയെന്നാണ് എൻ്റെ പ്രതീക്ഷ. രാവിലെ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം ഇപ്പോൾ സംസ്ഥാന സമിതിയുടെ യോഗം നടക്കുകയാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ദൃശ്യങ്ങൾ പകർത്തി CPIMന്റെ രഹസ്യ സ്വഭാവമുള്ള ഒരു കേഡർ സ്വഭാവമുള്ള മീറ്റിംഗ് ആണല്ലോ അവരുടേത്. അതുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഇപ്പോൾ നമ്മളോട് മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ താഴേക്ക് വരും. സംസ്ഥാന സമിതി അംഗങ്ങൾ അടക്കം പിന്തുണച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നമുക്ക് ഔദ്യോഗികമായി അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ CPIMന്റെ 2 MLA-മാരുടെ പിന്തുണ, കൂടാതെ CPI 2, VCK 2 ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 118ലേക്ക് വരുന്നു. അത് മുൻകൂട്ടി കണ്ട് തന്നെയാകണം ഇപ്പോൾ വിജയ് ഒരിക്കൽ കൂടി ഗവർണറെ കാണാനുള്ള അനുമതി തേടിയിരിക്കുന്നത്. മുമ്പ് 2 തവണയും അത് പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നു ഗവർണറുടെ ആ തീരുമാനം. അതായത് ഒരു തവണ ഗവർണർ ഭൂരിപക്ഷം തെളിയിക്കണം, പിന്നെ ഹൗസിലും തെളിയിക്കണം എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടാണെന്ന് കോൺഗ്രസും CPIMും CPIയും DMKയും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു. അല്പം മുമ്പ് BJPയുടെ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. ജനവിധി BJP അംഗീകരിക്കുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ശ്രമങ്ങളും BJP നടത്തില്ല. അതായത് BJPക്ക് ആകെ ഒറ്റ ഒരു അംഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ രൂപീകരിക്കാനാവില്ല. പക്ഷേ ADMK ഉപയോഗിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ BJP അടക്കം TVKക്ക് അനുകൂലമായ ഒരു ജനവിധിയെ ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു കോൺഫിഡൻസിൽ കൂടിയായിരിക്കണം. ആകെ 4 കക്ഷികളാണല്ലോ പ്രധാനമായിട്ടുമുള്ളത്, 3 കക്ഷികൾ, TVK അല്ലെങ്കിൽ ADMK, DMK, കൂടാതെ BJP ഒരംഗം മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു നിലപാടും അവർ അറിയിച്ചു കഴിഞ്ഞു. പിന്നെ സഖ്യകക്ഷികളായിട്ടുള്ള VCK, CPM, CPI അടക്കമുള്ള കക്ഷികൾ, പിന്നെ അൻപുമണി രാംദാസിന്റെ പട്ടാളി മക്കൾ കക്ഷിയൊക്കെ ഇപ്പോൾ NDA ഘടകകക്ഷിയാണ്. ഏതായാലും
ഇപ്പോൾ TVKക്ക് വിജയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ സമയത്ത് തന്നെ ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഗവർണർ മാളിക എന്നറിയപ്പെടുന്ന ലോക് ഭവന് മുമ്പിൽ ഇന്ന് രാവിലെയും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രതിഷേധങ്ങൾ, ഒറ്റയ്ക്കും കൂട്ടായ്മയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. റോഡിൽ കിടന്നും മറ്റും TVK പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ദിണ്ടിഗലിൽ സ്ത്രീകളുടെ നിരാഹാര സമരം തുടങ്ങിയതായും ഇപ്പോൾ അറിയുന്നു. വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജയ് ഇന്നും പനയൂരിലെ ഓഫീസിൽ നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ചിരുന്നു. പക്ഷേ ഇന്നും വിജയ് പോയിട്ടില്ല, അങ്ങോട്ടേക്കാണെന്നാണ് അറിയുന്നത്. രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിലാണ് ആ യോഗം അവിടെ പുരോഗമിക്കുന്നത്. വിജയ് ഇപ്പോഴും TVKയുടെ ലീഗൽ സെൽ പ്രവർത്തകരുമായി, ലീഗൽ സെല്ലിന്റെ നേതൃത്വവുമായി ഇന്നലെ രാത്രി മൊത്തം കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഇന്ന് പകലും വിജയ് ആ കൂടിക്കാഴ്ച തുടരുകയാണ്. ഒരുപക്ഷെ ഗവർണർ ഈ നിലപാടൊക്കെ തന്നെ ഇതേ തരത്തിൽ തുടർന്നാൽ നിയമപരമായി നീങ്ങുന്ന കാര്യമൊക്കെയും TVK ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇടതുകക്ഷികൾ രണ്ടും അതേപോലെ VCKയും അവരുടെ പിന്തുണ നൽകിക്കഴിഞ്ഞാൽ അത്തരം ആലോചനകളിലേക്ക് പോകേണ്ടതില്ല. ഏതായാലും ഈ വൈകുന്നേരം ആണ് ഇപ്പോൾ സമയം ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കത്തായി പിന്തുണ കൊടുക്കാനുള്ള ഒരു സമയം, അതിന്റെ നടപടിക്രമങ്ങൾ നീക്കാനാകുമോ എന്നറിയില്ല. കാരണം CPM-ന്റെ യോഗം ഇനിയും തീർന്നിട്ടില്ല. CPI-യുടെ യോഗം തൊട്ടപ്പുറത്തെ ഓഫീസിൽ, CPI-യുടെ ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ്, അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. VCK തീരുമാനം നാളെ അറിയിക്കൂ എന്നറിയുന്നു. പക്ഷേ ഏതായാലും വിജയ് ഇപ്പോൾ തന്നെ സമയം ചോദിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ശരി, തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി TVK അധ്യക്ഷൻ വിജയ് വീണ്ടും ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണും. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടിയാണ് വീണ്ടും ഗവർണറെ കാണുന്നത്. സുജിത് ചന്ദ്രനാണ് ചെന്നൈയിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.